ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെന്നും ചെയ്യുന്നത് പോലെ നമ്മുടെ പുതിയൊരു ഹെയർ ബാൻഡ് മേക്കിംഗ് ആണ്. മാത്രമല്ല നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മുടെ ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ പെൻഡിങ്ങിലായിരുന്നു, ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വൈകിക്കുന്നില്ല, വീണ്ടും നമ്മളതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ഹെയർ ബാൻഡ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒരു ഐറ്റമാണ്. നമ്മൾ 4mm ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, 2 കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. റെഡ് അല്ല, ഇതൊരു ലൈറ്റ് പിങ്കും റെഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. 4mm സൈസുള്ള ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ബീഡ്സ് മിക്സ് ആയിട്ടാണുള്ളത്. പിന്നെ ഇതുപോലെ ഒരു ഗിയർ വയർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗിയർ വയർ കണ്ടില്ലേ, ഇതെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, ഏകദേശം ഒരു 1.25 മീറ്റർ, 1.5 മീറ്റർ അത്ര അതിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഏകദേശം. അപ്പം ഞാൻ കറക്റ്റ് അളന്ന് നോക്കിയിട്ടില്ല, അപ്പോൾ ഞാൻ ഏകദേശം ഒരു അളവ് പറഞ്ഞു തരാണ്. പിന്നെ നമ്മൾ ഈ ഒരു വയറിൽ ബീഡ്സ് കോർത്തതിന് ശേഷം ഈ കാണുന്നൊരു ഹെയർ ബാൻഡിലാണ് ഇന്ന് ചുറ്റിയെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സിൽവർ കളർ ഹെയർ ബാൻഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ബീഡ്സ് കോർക്കുന്ന ഇതിൻ്റെ ഒരു പാറ്റേൺ പറഞ്ഞു തരാം, ഏത് ഓർഡറിലാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ആദ്യം എടുക്കുന്നത് നമ്മുടെ ഈ ഒരു ബീഡ്സാണ് കേട്ടോ, ഈ ഒരു പിങ്ക് എന്ന് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ കോർക്കുന്നത് 8 എണ്ണം വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എണ്ണം മാറ്റുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ 8 ഈ ഒരു കളർ, നിങ്ങളുടെ കയ്യിൽ ഏത് കളറുകളാണോ അവൈലബിൾ ആവുന്നത് അതനുസരിച്ച് ചെയ്യാം. മാച്ച് ചെയ്യുന്നു എന്ന് തോന്നുന്ന 2 കളറുകൾ എടുത്തിട്ട് ഇതേപോലെയുള്ള ഒരു വർക്ക് ചെയ്താൽ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഇതേ പാറ്റേണിലുള്ളൊരു ഹെയർ ബാൻഡ് കിട്ടും കേട്ടോ. ഇത് കണ്ടില്ല, ആദ്യത്തെ ഇതിൽ നമ്മൾ 8 ഈ ഒരു പിങ്ക് കളർ ഹെയർ ബാൻഡ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ, അതൊരു ഓഫ് വൈറ്റ് ടൈപ്പാണ്. ഒരു 4 ബീഡ്സ് ഇതിൽ കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 8 പിങ്ക് ബീഡ്സും 4 വൈറ്റ് ബീഡ്സും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതേ ഓർഡറിൽ തന്നെ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു വയറ് ഇത്രയും ലെങ്ത്തിലെടുക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് ചുറ്റിയാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ലെങ്ത്തിൽ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫിഷിംഗ് വയറോ അല്ലെങ്കിൽ നൈലോൺ വയറോ എല്ലാം തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഗിയർ വയർ അല്ലെങ്കിൽ കോപ്പർ വയർ തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി, വീഡിയോയുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കോർത്തെടുത്താൽ മതി, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കുറേ നാളുകൾ, ഏകദേശം 2 മാസത്തോളം നമ്മൾ വീഡിയോസ് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കാരണങ്ങൾ നമുക്ക് അറിയുന്ന കുറേ പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഒരുപാട് പേര് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ അന്വേഷിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നഷ്ടമാകുന്നു എന്നാണ് പറഞ്ഞ് നമുക്ക് അറിവ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും വൈകിച്ചാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീഡിയോ ഇടാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കോർത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ ഇതുപോലെ ഈ ഒരു മാല പോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് എടുക്കുക. ഇത് ഗോൾഡൻ കളറ് മെറ്റൽ ഹെയർ ബാൻഡാണ്. ഇതിലേക്ക് ഇതൊന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഒന്ന് ചുറ്റിയെടുത്തിട്ട് ഇനി എന്താണ്, നമ്മൾ ഓരോ പ്രാവശ്യവും ഈ 2 ബീഡ്സ് വരുന്ന തരത്തിൽ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡ് ചുറ്റുന്ന സമയത്ത് അതിലൊരു ഏകദേശം ഒരു ഗ്യാപ്പ് വിടുമല്ലോ, അപ്പോൾ അത്രയും ഗ്യാപ്പ് വിടാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, താഴത്തേക്ക് ഏകദേശം ഒരു 5-6 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വരുന്ന തരത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ഇതേപോലെ ഗിയർ വയർ ചുറ്റി കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ വേറെ പണിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ കോർത്തിട്ടുള്ള ബീഡ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ഓർഡറിലാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള മോഡൽ കിട്ടും കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ സൈസ് 4mm പറയാൻ കാരണം വേറെ ഒന്നല്ല, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു 5mm ഹെയർ ബാൻഡിൽ ശരിക്കും അത് ഫില്ലായിട്ട് നിൽക്കാനും ആ ഒരു ഭംഗിയിലും പെർഫെക്ഷനിലും കിട്ടാനായിട്ട് 4mm ബീഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കണ്ടില്ലേ, അതാവുമ്പോൾ നമുക്ക് നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മളെന്താ ചെയ്യുന്നത്, അറ്റം വരെ ഇതേപോലെ
ചുറ്റി ചുറ്റി കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ കളറ് ബീഡ്സ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ഭംഗിയുള്ള മോഡൽസ് കിട്ടും. പിന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വീട്ടിൽ കുഞ്ഞു മക്കൾക്ക് ചെയ്ത് കൊടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് നല്ല പുതിയ മോഡൽസൊക്കെ ഇതുപോലെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന തരത്തിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇത് അറ്റം വരെ ഒന്ന് ഇനി ചുറ്റി ചുറ്റി കൊടുത്താൽ മതി. വളരെ എളുപ്പമാണ് കേട്ടോ. അത് നിങ്ങൾ കാണുന്ന സമയത്ത് ഇത്രയും കഷ്ടമാണെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും തന്നെ ഇല്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വലിയ എക്സ്പെൻസീവും കാര്യങ്ങളൊന്നും തന്നെയല്ല. പിന്നെ നമ്മൾ വീണ്ടും മെറ്റീരിയൽ സെയിലിംഗ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ. മെറ്റീരിയൽസൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലേ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേണ്ടല്ലേ, ബ്യൂട്ടിഫുൾ ആയുള്ളൊരു ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് 100 എബോ ഒക്കെ റേറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷെ അത്രയൊന്നും നമുക്ക് ചിലവാകുന്നില്ല. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുന്ന, വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ബിസിനസ് ഐഡിയ കൂടിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടിവശം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല പെർഫെക്ഷന് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ അതിൻ്റെ കാര്യത്തിലും ടെൻഷൻ വേണ്ട. പിന്നെ കുഞ്ഞു മക്കളുടെ തലയിൽ കുത്തുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി വീണ്ടും റെഗുലറായിട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.